ഹലോ. അപ്പോൾ ഞാനിന്ന് കുറേ കാലമായില്ലേ യൂട്യൂബിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു നമുക്ക് കുറച്ച് ഹെന്ന അക്കൗണ്ട്സ് മേക്കിൻ്റെ വീഡിയോ കാണിക്കാം. ഷോർട്സ് ആയിട്ട് തന്നെ ഇടുന്നത് കാരണം പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് വരിക. അപ്പോൾ ഞാനിതിൽ ഡയറക്റ്റ് ലെസൺ വെക്കണ വരെയാണ് ഞാനത് കാണിച്ചു തരുന്നത്. സോ ഞങ്ങൾക്ക് എപ്പോഴും നെയിൽ കോൺ കാണിച്ച് ഭയങ്കരമായിട്ട് മടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഹെന്ന അക്കൗണ്ട്സും കൂടി നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മെഹന്തി പൗഡർ എടുത്തിട്ടുണ്ട്. 50 ഗ്രാംസ് ഓഫ് മെഹന്തി പൗഡറാണ്. പിന്നെ ഇതിന് വേണ്ടി യൂസ് ചെയ്യണതാണ് 15 ഗ്രാം പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. അത് കണക്കനുസരിച്ചിട്ടാട്ടോ. 50 ഗ്രാമിന് മെഹന്തി പൗഡറിന് 15 ഗ്രാം പൗഡറാണ് നമ്മൾ പഞ്ചസാരയാണ് നമ്മൾ എടുക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് യൂക്കാലിപ്സ് ഓയിൽ. അത് നമ്മുടെ എല്ലാ കടകളിലും കിട്ടുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ മെഹന്തി പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നല്ല പൗഡർ എടുക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ ഈ സൊസൈറ്റിയിൽ പല കെമിക്കൽ പൗഡേഴ്സ് ഉണ്ട്. അതൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. നല്ല പൗഡേഴ്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് വെള്ളം ബാക്കി ഒഴിക്കാൻ. എൻ്റെ കൈമൊക്കെ ഓയിൽ പോയിട്ടിട്ട് നേരെ പോലെ തുറക്കാനിട്ട് അതുങ്ങളൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഇതിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഭയങ്കര കട്ടിയായി നിൽക്കും. അതൊന്നും കാര്യമാക്കണ്ട, നല്ല രീതിയിൽ ഒഴിക്കുക. പിന്നെ യൂക്കാലിപ്സ് ഓയിൽ മാത്രമല്ല നമ്മുടെ ഇത് ഒഴിക്കാൻ നമുക്ക് ഒന്നും കൂടി കളർ വരുത്താൻ വേണ്ടി പറ്റുന്ന കുറേ ടിപ്സ് ഉണ്ട്. ആ ടിപ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് DM ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ നല്ലോണം സെറ്റാക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മെഹന്തി പൗഡർ നല്ല പൗഡർ ആയിരിക്കണം. പിന്നെ നമ്മൾ മെഷർമെൻറ്റ് ഒന്നും തെറ്റാൻ പാടില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറലിസം വെക്കുകയാണ് ഇനി അടുത്തത്. അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ മേലെ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിനുള്ളിൽ അടച്ചു വെക്കേണ്ടതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഒരു 6 അല്ലെങ്കിൽ 7 അവർ കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഡയറലിസ് ആവുള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ.